ഹലോ ഓൾ, അങ്ങനെ ഈ വർഷത്തെ കർക്കിടകവും അടിപൊളിയായിട്ട് പോവാണല്ലേ. ഇന്ന് ഞങ്ങൾ തോരൻ വെക്കുന്നത് കോവക്കയുടെ ഇലയാണ് കേട്ടോ. ചില സ്ഥലത്തേക്ക് കോവൽ എന്നാണ് പറയുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തോരനാണ്. സിമ്പിളായിട്ട് നമുക്ക് വെക്കാനും നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് കോവലിൻ്റെ ഇല. പരിച്ചെടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഒരുപാട് ജീവികൾ കയറി ഇറങ്ങുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇലകൾ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിയുക. ഇങ്ങനെ വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. പിന്നെ വേണ്ടത് ഇതിലേക്കുള്ള അരപ്പാണ് കേട്ടോ. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കാന്താരിയാണ്, വെള്ള കാന്താരി. പിന്നെ അതുപോലെ തന്നെ തേങ്ങയും വലിയ ജീരകവും, ഒരു നുള്ളു വലിയ ജീരകം മതി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കുക, ഒരുപാട് അരക്കണ്ട കേട്ടോ. അതിനുശേഷം ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോവലിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ഭയങ്കര വേവ് കുറച്ച് കൂടുതലുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. അതിനുശേഷം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു വേവ് ആയതിനു ശേഷം മാത്രം നമ്മളുടെ അരപ്പ് അതിലേക്ക് ഇടുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് നിങ്ങൾ പാത്രം മൂടി വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേവ് തോന്നിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു കോവൽ തോരൻ നമുക്ക് ഇത്ര ഈസി ആയിട്ട് വെക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള കോവലിൻ്റെ ഇല നിങ്ങളൊന്ന് ജസ്റ്റ് ഇതുപോലെ തോരൻ വെച്ച് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതത്ര നിസ്സാരക്കാരനല്ല, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.